നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ ഗംഗയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ, അത് മതി. ആ ഇനി എന്നെ ഈ ഫോണിലേക്ക് വിളിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളാം. ഓക്കെ? എന്തായി രാഹുൽ, രണ്ടും തീർന്നോ? രണ്ടിനെ ഒരേ സമയം ഇല്ലാതാക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ രക്ഷപ്പെട്ടോ? എന്താ സംഭവിച്ചെന്ന് വ്യക്തമായിട്ടൊന്ന് പറയൂ രാഹുൽ. ഗംഗയെ രാജിയും ഒരേ സമയം ഇല്ലാതാക്കാനാ ഞാൻ അവരോട് പറഞ്ഞത്. രാജി രക്ഷപ്പെട്ടു, പക്ഷെ ഗംഗ ബാക്കി പറ. ആ ഗംഗയുടെ ശല്യം ഇനി നമുക്കുണ്ടാവില്ല. അവള് ഈ ഭൂമിയിൽ നിന്ന് എന്നെ പോയി കഴിഞ്ഞിരിക്കുന്നു. സത്യമാണോ രാഹുൽ നീ പറയുന്നത്? അവള് ചത്തോ? അതെ അമ്മേ, ഗംഗയെ ഇടിച്ച് തെറിപ്പിച്ച ശേഷമാണ് അവരെന്നെ വിളിച്ചത്. ഒരു കാരണവശാലും ഗംഗ ഇനി രക്ഷപ്പെടില്ല. എന്റെ ദൈവമേ, എത്ര നാളായി കേക്കാൻ കൊതിച്ച വാക്കായത്. അവള് മരിച്ചു ഉറപ്പല്ലേ? വെട്ടി വീഴ്ത്തിയാലും മുറി കൂടുന്നേനവാ. ഇത്തവണ ഭാഗ്യം നമുക്കൊപ്പമാണ്. ഇനി ഗംഗയുടെ ശവം മാത്രമേ ഈ കൈലാസത്തിലേക്ക് കൊണ്ടുവരൂ. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ കരുനിഴൽ ഇനി ഉണ്ടാവില്ല. അതെ, പക്ഷേ ആ രാജി രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞത്. അവളെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. ഗംഗ എന്ന ശക്തി ഇല്ലാതായാൽ രാജിയെ നമുക്ക് എളുപ്പം ഒഴിവാക്കാം. നീയുമായിട്ടുള്ള ബന്ധം മതിയാക്കി അവള് സ്വയം ഈ കൈലാസം വിട്ടുപോകും. അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നാത്തോം പറഞ്ഞത് ശരിയാ. രാജി ഒഴിവാക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നിസ്സാര കാര്യം. നമ്മുടെ ശത്രു ഗംഗയാ. അവൾ ഈ വീട്ടിലുള്ളതാ നമുക്ക് ആവത്ത്. പലവട്ടം അവൾക്ക് നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തതാ. അതൊന്നും അവള് ചെവി കൊണ്ടില്ല. അവസാനം അവള് മഹേട്ടന്റെ ഭാര്യയായി. മഹേട്ടന്റെ ഭാര്യ സ്ഥാനം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. അത് മറ്റാരാഗ്രഹിച്ചാലും ഇതായിരിക്കും അവസ്ഥ. ഇന്ന് നമുക്ക് സന്തോഷിക്കേണ്ട ദിവസമാണ്. ഗംഗ എന്ന പൊതുശത്രു ഇല്ലാതായ ദിവസം. തൽക്കാലം അധികം ആഘോഷമൊന്നും വേണ്ടമ്മേ. അത് മഹിയേട്ടന് ചിലപ്പോൾ സംശയം ഉണ്ടാക്കാം. അതെ, ഗംഗ മരിച്ചതില് നമ്മളാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതെന്ന് വേണം വരുത്തി തീർക്കാൻ. അങ്ങനെ മഹിയേട്ടനും തോന്നാവൂ. ഈ കൈലാസത്തെയും നമ്മളെയും ബാധിച്ച ശനിദശ അകന്നു പോയിരിക്കുന്നു. അതെ, ഇനി വേണം സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ. അച്ഛൻ വിളിച്ച ഗംഗ മിണ്ടു. ഗംഗേച്ചിക്ക് വയ്യാത്തോണ്ടല്ലേ മോളെ മിണ്ടാത്തെ? മോള് കരയാതെ. മോളുടെ ഗംഗയുടെ അസുഖം പെട്ടെന്ന് മാറും. മോള് വാ. അച്ഛാ, ശ്രീ മഹേഷിനോട് പ്രാർത്ഥിച്ചാൽ ഗംഗ രക്ഷപ്പെടില്ലേ? രക്ഷപ്പെടും. ഗംഗ പറയാറുണ്ടല്ലോ, നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ ശ്രീ മഹേശ്വരൻ കേൾക്കുമെന്ന്. നമുക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാം. വാ അച്ഛാ. ഇപ്പൊ വേണ്ട മോളെ,
ഗംഗ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ പോകുന്നത്? ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലും മോള് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. പറ്റില്ല, എനിക്ക് പോണം. ശ്രീ മഹേശ്വരനോട് നേരിൽ ചെന്ന് പറഞ്ഞാലേ എന്റെ ഗംഗയുടെ അസുഖം മാറൂ. അച്ഛൻ എന്നെ കൊണ്ടുപോ. പറയുന്നത് കേൾക്കും മോളെ. നമുക്ക് പിന്നെ ക്ഷേത്രത്തിൽ പോവാം. ഇവിടെ മോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതെ മോളെ, പ്രാർത്ഥിക്കാൻ ക്ഷേത്രത്തിൽ നേരിട്ട് പോണമെന്നൊന്നുമില്ല. മോൾ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും ശ്രീ മഹേശ്വരൻ കേൾക്കും. അല്ല, നേരിട്ട് ചെന്ന് പ്രാർത്ഥിച്ചാലേ പെട്ടെന്ന് അസുഖം മാറ്റി തരൂ. എനിക്കറിയാം. ഇതെന്താ മോളെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഇപ്പൊ ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. മാളു, ഈ ബില്ലൊന്ന് വേഗം അടച്ചിട്ട് വരണം. ക്ഷേത്രത്തിൽ പോയി ശ്രീ മഹേശ്വരന്റെ അടുത്ത് പ്രാർത്ഥിച്ചാലേ ഗംഗയ്ക്ക് വേഗം അസുഖം മാറൂ. അച്ഛൻ വരുന്നില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിക്കാം. ശ്രീ മഹേശ്വരൻ എന്റെ ഗംഗയെ രക്ഷിക്കട്ടെ. ഞാൻ ചെന്ന് പറഞ്ഞാലല്ലേ ഗംഗയ്ക്ക് വയ്യാത്ത കാര്യം ഭഗവാൻ അറിയൂ. രാജി, മാളു അവിടെ? മാളു അവളിവിടെ ഉണ്ടായിരുന്നാണല്ലോ. പക്ഷെ ഇപ്പൊ അവളെ കാണുന്നില്ലല്ലോ. ചേച്ചി, എന്റെ മോൾ അവിടെ ഉണ്ടായിരുന്നു, കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. എന്റെ മോള് മാളു. മഹിയേട്ടൻ ടെൻഷൻ ആവാതെ, മോൾ ഇവിടെ തന്നെ കാണും. നമുക്ക് നോക്കാം. വാ. മാളു, മാളു, മാളു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.